ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ജീവുള്ള ദൈവം, ഇമ്പോസിബിൾ ആയതിനെ പോസിബിളാക്കി തീർക്കുന്ന ദൈവം. ഇമ്പോസിബിൾ എന്ന ആ വാക്കിൻ്റെ സ്പെല്ലിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം. IMPOSSIBLE, ഇമ്പോസിബിൾ, അസാധ്യം. ആദ്യത്തെ ഐയും എമ്മും കർത്താവ് അങ്ങ് വെട്ടിക്കളയും. എന്നിട്ട് ദൈവം എന്ത് ചെയ്യുമെന്നറിയാവോ? അതിനെ പോസിബിൾ ആക്കും. POSSIBLE, പോസിബിൾ. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലിസ്റ്റിലുണ്ടാകും. പക്ഷെ അത് ഐയും എമ്മും വെട്ടിക്കളഞ്ഞിട്ട് ദൈവം പോസിബിൾ ആക്കുന്നൊരു ദൈവം. പോസിബിളായ കാര്യങ്ങളെ ലിസ്റ്റിൽപ്പെടുത്തും. എവരിതിങ് ഈസ് പോസിബിൾ ബൈ ദ ഗ്രേസ് ഓഫ് അവർ ബിലവഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ, ബൈ ദ ഗ്രേസ്. സ്വന്തമായിട്ട് നമുക്ക് പറ്റുകയില്ല. ഒരു ഐയും ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരു ഐയും ഒരു എമ്മും മാറ്റിയാൽ പോരെ? പോസിബിൾ ആകുകയില്ലേ നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കാം. പക്ഷെ അങ്ങനെ മാറുകയില്ല. ദൈവം ഇറങ്ങി വന്ന് അതിനെ മാറ്റിക്കളയും. കർത്താവിന് സ്തോത്രം. ഇവിടെ നാം ഇന്ന് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായത്തിലെ ഒരു ഇമ്പോസിബിളായ വലിയൊരു കാര്യത്തെ ദൈവം എങ്ങനെ പോസിബിളാക്കി? കർത്താവിന് സ്തോത്രം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാലത്രേ എന്ന് ദൈവവചനത്തിൽ കാണുന്നത് ഇവിടെ വാസ്തവമായി അക്ഷരീയമായി നിറവേറിയ ഒരു വലിയ സംഭവം. യഹോശാഫാത്ത് രാജാവ് യഹൂദ്യ രാജ്യം വാഴുന്നതായ കാലഘട്ടം. അന്ന് ആ രാജ്യത്തിന് വലിയൊരു യുദ്ധമുണ്ടായി. മോവാബിരും അമ്മോന്യരും വന്ന് ആ ദേശത്ത് യുദ്ധം പ്രഖ്യാപിച്ചു. കർത്താവിന് സ്തോത്രം. അത് നമുക്ക് 20-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയും. അതിനുശേഷം മോവാബിരും അമ്മോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. സ്തോത്രം. യഹോശാഫാത്ത് രാജാവിന്റെ നേരെ കുറേ ആളുകൾ യുദ്ധത്തിന് വന്നു. വലിയ 2-3 കൂട്ടം രാജ്യങ്ങളും രാജാക്കന്മാരും. ഒരുപക്ഷെ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ ആയുധം കൊണ്ടോ മെയ്ക്കരുത്ത് കൊണ്ടോ കൈക്കരുത്ത് കൊണ്ടോ ഒന്നും ജയിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നില്ല. പക്ഷേ ഈ അധ്യായം നാം വായിച്ചു വരുമ്പോൾ ജീവനുള്ള ദൈവം ഇറങ്ങി നിന്ന് തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിച്ചത് നമുക്ക് അത്ഭുതത്തോടെയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും കാണാൻ കഴിയും. യഹോശാഫാത്ത് രാജാവ് വാഴുമ്പോൾ ഈ വലിയൊരു യുദ്ധം പ്രഖ്യാപനം നടന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ചിലർ വന്ന യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. ഇത് അവർ ഏൻ ഗതി എന്ന ഹസസോൻ തരാമിൽ ഉണ്ട് എന്നറിയിച്ചു. വലിയൊരു കൂട്ടം ജനസമൂഹം യഹോശാഫാത്തിനോട് പറയുകയാണ്. 3-ാം വാക്യം വായിക്കുമ്പോൾ യഹോശാഫാത്ത് ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. യഹൂദരൊക്കെ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. അതൊരു നല്ല ലക്ഷണമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ വലിയൊരു യുദ്ധം എന്താ? വലിയൊരു പൈശാചിക ആക്രമണം, ഒരു ദുഷ്ടപിശാചിൻ്റെ വലിയൊരു വ്യാപാരം, നമ്മെ തകർക്കാനും മുടിക്കാനും നശിപ്പിക്കാനും നോക്കുന്ന, നമ്മെ പരാജയപ്പെടുത്താൻ നോക്കുന്ന ദുഷ്ടപിശാചിൻ്റെ വലിയ വ്യാപാരം വന്നപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ ഈ യഹോശാഫാത്ത് രാജാവിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ചെയ്തത്? യഹോശാഫാത്ത് രാജാവ് ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. സൈന്യത്തിൻ്റെ കരുത്ത് കൂട്ടുകയല്ല, സൈന്യത്തിന് ആയുധം കൂട്ടുകയല്ല, സൈന്യത്തിൻ്റെ ബലം കൂട്ടുകയല്ല, കുറേ സാധാരണക്കാരായ ആളുകളെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയല്ല ചെയ്തത്. രാജാവ് ഉപവാസം പ്രഖ്യാപിച്ചു. അതൊരു നല്ല ലക്ഷണമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ നാം തളർന്നു വാടി നിരാശപ്പെട്ട് അങ്ങനെ പോവുകയല്ല. ചിലർ മദ്യത്തിലേക്ക് തിരിയും, ചിലർ മയക്കുമരുന്നിലേക്ക് തിരിയും, ചിലർ സിനിമയുടെ അടിമകളായി പോകും, ചിലർ കൂട്ടുകാരുകൂടി മേളിച്ച് അങ്ങനെ ദുഃഖം മറക്കാൻ പലതും ചെയ്യും. എന്നാൽ ഇവിടെ യഹോശാഫാത്ത് രാജാവ് എന്താണ് ചെയ്തത്? തനിക്ക് വലിയ യുദ്ധം നേരിട്ടപ്പോൾ, തൻ്റെ രാജ്യത്തിന് വലിയ യുദ്ധം നേരിട്ടപ്പോൾ അദ്ദേഹം മറ്റൊന്നും ചെയ്തില്ല, ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. നമ്മുടെ ജീവിതത്തിലും, നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഉപവാസം പ്രസിദ്ധമാക്കാമോ? ഉപവാസം പ്രസിദ്ധമാക്കുക. ആരോട്? ദൈവത്തോട്. കർത്താവേ, നാഥ, എനിക്ക് ഈ കാര്യം സാധിപ്പിച്ചു തരുന്നതിന് വേണ്ടി ഞാൻ ഉപവാസത്തിന് കീഴടക്കുന്നു.
പ്രാർത്ഥനയാലും ഉപവാസത്താലും അത് ഈ ജാതി നീങ്ങി പോകുകയില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമ്മുടെ മധ്യത്തിൽ ഉപവസിക്കുന്ന ഈ മക്കളുണ്ട്, പ്രാർത്ഥിക്കുന്ന ഈ മക്കളുണ്ട്. ഭക്ഷണം വെടിയുക എന്നത് മാത്രമല്ല ഉപവാസം, അതതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. നമുക്ക് ഉള്ള എല്ലാ സുഖങ്ങളെയും വെടിഞ്ഞ് നാം ദൈവസന്നിധിയിൽ കാത്തിരുന്ന് നമ്മെ തന്നെ ഒരുക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58-ാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ എന്താണ് ഉപവാസമെന്ന് അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസമെന്ന് നിത്യനായ ദൈവം പറയുന്നു. എന്താണ് പറയുക ഉപവാസം? വെറുതെ ഭക്ഷണം വെടിഞ്ഞിരിക്കുന്നതല്ല ഉപവാസം. കർത്താവിന് സ്തോത്രം. എന്നാൽ നമ്മുടെ അന്യായ ബന്ധനങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ളതായ അന്യായ ബന്ധനങ്ങൾ നാം കണ്ടെത്തുക. ഏതാനും വർഷങ്ങളായോ എനിക്ക് ഓർമ്മയില്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ദൈവത്തിൽ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ ഒരാഴ്ച മാറിയിരുന്ന് ഉപവസിക്കുകയാണ്. അദ്ദേഹം എന്നോട് പല കാര്യങ്ങളും സംസാരിച്ചു. പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എൻ്റെ ഉള്ളിലൊരു ചിന്ത തന്നു. ഞാനന്ന് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം ഒന്ന് വായിക്കണം, പലവട്ടം വായിക്കണം. അതിനുശേഷം എൻ്റെ കർത്താവിൻ്റെ ഉള്ളിൽ തന്ന ഒരു വചനം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? അന്യായ ബന്ധനം അഴിക്കണം. നുകം, ചില അന്യായ ബന്ധനങ്ങളുണ്ട്, ചില നുകത്തിൻ്റെ അമിക്കയറുകളുണ്ട്, അതെല്ലാം തകർക്കണം. അതാണ് ഉപവാസം. വീട്ടിൽ ഭാര്യയോട് ചില കലമ്പലുകളുണ്ട്, ദേഷ്യമുണ്ട്, ചിലപ്പോൾ വിറഞ്ഞു കോപിക്കും, ചിലപ്പോൾ അങ്ങ് നിരാശപ്പെടും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളില്ലേ. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, അത് സമ്മതിച്ചു, പറഞ്ഞു സത്യമാണ്, സാറ് പറഞ്ഞത് സത്യമാണ്. അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞു, തുറന്നു പറഞ്ഞു. ഞാൻ ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, കർത്താവ് ഈ ഉപവാസം സഫലമാക്കി തീർക്കട്ടെ, അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ വിട്ടത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹം ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ അടുക്കൽ വന്നു. വളരെ അനുഗ്രഹമായി അദ്ദേഹം ഈ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം വായിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ആ വചനപ്രകാരം ജീവിതം ക്രമീകരിക്കുകയും ചെയ്തപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മോളും അദ്ദേഹം ഇരുന്നൊരു സദസ്സിൽ എന്നോടും എൻ്റെ പ്രിയ ഭാര്യയോടും പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ കുടുംബം ഒരു സ്വർഗമാണ്. ഞാനന്ന് ആ ഭാര്യയോടും കുഞ്ഞിനോടും ചോദിച്ചു, അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണോ? ഞാൻ സന്തോഷകരമായിട്ട് ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചത്. അവരും പറഞ്ഞു, സത്യമാണ് സാറേ, വലിയ മാറ്റം. പ്രിയപ്പെട്ടവരെ, വാസ്തവമായി ഉപവാസം നാം പ്രഖ്യാപിച്ച് ദൈവം പ്രസാദിക്കുന്ന പോലെ ഉപവാസം എടുത്ത് മുന്നോട്ട് പോയത് വലിയ ആത്മീയ പ്രയോജനമാണ്. നമ്മുടെ കർത്താവ് ഉപവസിച്ചു, 40 പകലും 40 രാവ് ഉപവസിച്ചു, ഏലിയ ഉപവസിച്ചു, മോശ ഉപവസിച്ചു. അതിനെല്ലാം പ്രതിഫലമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നാം നിറച്ച് ഭക്ഷണം കഴിച്ചും ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി ഓടി നടന്നും അതിൻ്റെ കൂടെ ഒരു പ്രാർത്ഥനയും അതല്ല. കർത്താവിൻ്റെ വചനം പറയുന്നു, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അത് ദൈവത്തിൻ്റെ ഒരു പ്രമാണമാണ്. സ്തോത്രം. ഇടയ്ക്ക് ഉപവസിക്കണം, ഇടയ്ക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അതെല്ലാം അനുഗ്രഹമാണ്, ദൈവം വച്ചിരിക്കുന്നതാണ്. നമ്മെ തന്നെ ത്യജിച്ചുകൊണ്ടും നമ്മുടെ സുഖങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ടും നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ടും ഉപവസിക്കുന്ന ദിവസം അങ്ങനെയുള്ള ദൈവമക്കൾ റെഗുലറായി പേപ്പർ നോക്കുന്ന ദൈവമക്കൾ ആ ന്യൂസ് നോക്കുകയില്ല. വാർത്ത സ്ഥിരം കാണുന്ന ദൈവമക്കൾ വാർത്ത കാണുകയില്ല. യൂട്യൂബിലൂടെ പലതും കാണുന്ന ദൈവമക്കൾ അതെല്ലാം മാറ്റിവെക്കും. അത്യാവശ്യത്തിന് മാത്രം മൊബൈൽ, അത്യാവശ്യത്തിന് മാത്രം കാര്യങ്ങളിൽ ഇടപെടുന്നു. അങ്ങനെ സെറ്റപ്പാർട്ട് ചെയ്ത് തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് തങ്ങളുടെ ജീവിതത്തിലുള്ളത് എന്തെല്ലാം മാറ്റണമെന്ന് കണ്ടെത്തി തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിന് പ്രസാദയോഗ്യമായി ജീവിക്കുമ്പോഴാണ് ആ ഉപവാസം ഫലപ്രദമാകുന്നതും ആ ഉപവാസത്തിലൂടെ ദൈവം പ്രസാദിക്കുന്നതും നമ്മെ അനുഗ്രഹിക്കുന്നതും. കർത്താവിന് സ്തോത്രം. ഇവിടെ രാജാവ് ഒരു ഉപവാസം പ്രസിദ്ധമാക്കി. നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. എന്തിന്? ഈ അമോര്യരും മോവാബിരും അങ്ങനെ മെയൂന്യരും അവരൊക്കെ വരുമ്പോൾ അവരെ ജയിക്കാൻ. അതെങ്ങനെയാ? ഈ സൈന്യം വരുമ്പോൾ സൈന്യബലമല്ലേ കൂട്ടേണ്ടത്? അത് നമുക്ക് ബുദ്ധിയിൽ തോന്നും. എൻ്റെ പ്രിയപ്പെട്ടവരെ, സൈന്യബലം കൂട്ടുന്നതിലും ആയുധങ്ങൾ വാരിക്കോരി കൂട്ടുന്നതിലും വലുതാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ഇരിക്കുന്നത്. അവിടെ ജയമുണ്ട്, അവിടെ കർത്താവ് ജയം തരും. നാം ഈ ദിനവൃത്താന്തങ്ങൾ 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായം യഹോശഫാത്ത് രാജാവിൻ്റെയും
ആ ദേശത്തിൻ്റെയും കാര്യങ്ങളെല്ലാം ചിന്തിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും, നമുക്ക് ആവേശം തോന്നും. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് മുണ്ട് പോരാട്ടം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ അന്ധകാര ശക്തികളോടുമാണ്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവ്വായുധവർഗം ധരിച്ചുകൊള്ളുവീൻ, ഉപവാസം പ്രസിദ്ധമാക്കിക്കൊള്ളുവീൻ, പ്രാർത്ഥന മുടങ്ങാതെ നടത്തിക്കൊള്ളുവീൻ, കർത്താവിൽ ആശ്രയിച്ചുകൊള്ളുവീൻ. ജയം നമുക്കും കിട്ടും. ഇന്ന് പരാജയപ്പെട്ട് കിടക്കുന്നവരാരെങ്കിലും, പാപത്തിന്മേൽ പരാജയം, ജയമില്ല. കോപത്തിന്മേൽ പരാജയം, ജയമില്ല. അശുദ്ധിയുടെ മേൽ പരാജയം, അന്യജനമോഹം, വ്യഭിചാരാസക്തി, അഴുക്ക് ചിന്തകൾ, ദ്രവ്യാഗ്രഹം, പണക്കാരനാകാനുള്ള കൊതി, പണം കിട്ടിയാൽ എല്ലാമായി എന്ന് ചിന്തിക്കുന്നത് അത് ദ്രവ്യാഗ്രഹം ഉള്ളതുകൊണ്ടാണ്. പണമായാൽ എല്ലാമായി എന്ന് നിങ്ങൾക്ക് ചിന്തയുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കടുത്ത ദ്രവ്യാഗ്രഹമുണ്ട്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ, സകല ദോഷത്തിനും കാരണമാണത്. ചിലർ അത് കാംക്ഷിച്ചിട്ട് ചിലർ വിശ്വാസം വിട്ടുവിടുന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. വചനം പറയുന്നു, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളൂ, അത് വിട്ട് ഓടണം. എന്ത്? ദ്രവ്യാഗ്രഹം വിട്ട് ഓടിക്കൊള്ളണം. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കണം. അങ്ങനെ നമ്മൾ വിചാരിച്ചാണ്ടല്ലോ കർത്താവ് ഇങ്ങനെ വാരിക്കോരി തരും. എന്നാൽ പോരാ പോരാ പോരാന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ നമുക്ക് ഞെരുക്കമായിരിക്കും. ഇതൊരു വിരോധാഭാസമാണ്. ക്രിസ്തീയ ജീവിതത്തിലെ ചില വിരോധാഭാസങ്ങൾ നമുക്ക് അങ്ങനെ തോന്നും. ക്രിസ്തീയ ജീവിതത്തിലെ അല്ല, നമുക്ക് വായിക്കുമ്പോൾ വിരോധാഭാസം എന്ന് തോന്നും. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. ഇതൊക്കെ ഒത്തിരി വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ വേദപുസ്തകത്തിൽ ചില കാര്യങ്ങൾ, ചിന്തോദ്ദീപകമായ അനേക കാര്യങ്ങൾ, തോട്ട് പ്രൊവോക്കിംഗ് കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാൻ, രോഗങ്ങൾ മാറാൻ, നിങ്ങൾക്ക് ആത്മീയമായി ഉന്നമനം കിട്ടാൻ നിങ്ങൾക്ക് ഉപവസിക്കാമോ? ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ 19-ാമത്തെ വയസ്സിൽ ഞാൻ മാനസാന്തരപ്പെട്ടു. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ അനേക രഹസ്യഭാവങ്ങൾ, എൻ്റെ ഹൃദയത്തിൽ പാപത്തിന്മേൽ ജയം കിട്ടാതെ, ചിന്തയിൽ ജയമില്ല, നോട്ടത്തിൽ ജയമില്ല. അങ്ങനെ വലഞ്ഞ കാലങ്ങളിൽ, ഞാൻ പറയട്ടെ, ആത്മീയ പോരാട്ടം നടന്ന കാലങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഈ മരണത്തിന് അധീനമായ ശരീരം തന്നെ ആര് വിടുവിക്കുമെന്ന് ഓർത്ത് ഒരിക്കൽ പ്രാർത്ഥിച്ചതുപോലെയുള്ളതായ ചില അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ശക്തമായിട്ട് ഉപവസിച്ചിട്ടുണ്ട്. ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ചിട്ടുണ്ട്. കൃപയാൽ കർത്താവ് പലതിലും എനിക്ക് ജയം തന്നിട്ടുണ്ട്. ഞാൻ തികഞ്ഞിട്ടൊന്നുമല്ല പറയുന്നത്. അന്ന് മാനസാന്തരപ്പെട്ട കാലങ്ങളിൽ എൻ്റെ പ്രിയര്, ഒരു മാനസാന്തരം എന്നുള്ളത് ഒരു തുടക്കമേ ഉള്ളൂ മോനെ. അതുകൊണ്ട് നീ പൂർണ്ണ വിശുദ്ധനൊന്നും ആകുന്നില്ല. വിശുദ്ധീകരണം ആയുസിൻ്റെ അന്ത്യം വരെയുള്ളതാണ്. അതിനുവേണ്ടി നീ ദൈവസന്നിധിയിൽ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, യാചിക്കണം, കൊതിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രമാണം നിൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിക്കാനായി നീ പ്രാർത്ഥിക്കുകയും കൊതിക്കുകയും ചെയ്യണം. അതിന് ഉപവാസം നല്ലതാണ്. ജയത്തിന് മുന്നോടിയാണ് ഉപവാസം. കർത്താവ് പിശാചിനെ ജയിച്ചത് ഉപവാസത്താലും പ്രാർത്ഥനയാലുമാണ്. നമുക്കും ഉപവാസം പ്രസിദ്ധമാക്കാം. ഞങ്ങളുടെ പീസ് മൗണ്ട് ഇന്റർനാഷണൽ മിനിസ്ട്രിയിൽ ഈ മാസം ഓഗസ്റ്റ് മാസം 10-ാം തീയതി മുതൽ 30-ാം തീയതി വരെ 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട അനേക ദൈവദാസന്മാർ വരുന്നുണ്ട്. ഓരോരുത്തരും പുതിയ പുതിയ സമർപ്പണങ്ങളെടുത്ത് കഴിയാവുന്നിടത്തോളം ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ വേറിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും. പക്ഷേ ജോലിയുള്ളവർക്ക് ജോലി ചെയ്യണം, കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കേണ്ടവർക്ക് ചെയ്യണം. പക്ഷേ എന്നാൽ ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുത്തുകൊണ്ടിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും വേണമെങ്കിൽ വരാം. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും കോട്ടയം റൂട്ടിൽ ഒരു 250 മീറ്റർ നടന്നാൽ റോഡ് സൈഡിലാണ് പീസ് മൗണ്ട് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ പ്രാർത്ഥനാ ഹാൾ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉപവാസം രാജാവ് പ്രസിദ്ധമാക്കി. തന്മൂലം എന്താണ് നടന്നതെന്നെല്ലാം നമുക്ക് ചിന്തിക്കണം. നമുക്കതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണം. പോസിറ്റീവായ കാര്യങ്ങൾ, ജയം കിട്ടിയ കാര്യങ്ങൾ, അവർക്കെങ്ങനെ ജയം കിട്ടിയെന്ന് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിലും അനുവർത്തിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ നമുക്കും ജയം തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നേറണം. ജയം തരുന്നൊരു ദൈവമുണ്ട്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായ ഒത്തിരി കാര്യങ്ങളില്ലേ? അതെല്ലാം കർത്താവ് സാധ്യമാക്കി തരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതിന് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഉപവാസം പ്രസിദ്ധമാക്കുന്നത് അതിന് മുഖാന്തരമായി തീരട്ടെ. നമുക്കും ദൈവസന്നിധിയിൽ താഴാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ ജാഗരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. നിങ്ങളെ കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയം ഉണ്ടല്ലോ, നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളും പ്രാർത്ഥിക്കൂ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.